പെറ്റ് ഷോപ്പിലെ മങ്കൾക്ക് വേണ്ടി നമ്മൾ പുതിയ കേജ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് ഓൾറെഡി വീടിൻ്റെ മുകളിൽ കേജുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ ഒരു 15 അടിക്കകത്ത് നീളം വരുന്ന ഒരു 6 അടി വീതി വരുന്ന കൂടി 2 പാർട്ടീഷനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ ഓൾറെഡി നമ്മുടെ മങ്കികൾ വീടിൻ്റെ മുകളിലോട്ടൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് താഴെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമുക്ക് വീടിനോട് ചേർന്നുള്ളൊരു കേജിനകത്ത് സെറ്റ് ചെയ്യണമെന്നൊരാഗ്രഹം. അങ്ങനെ ആ ഒരു ആംബിയൻസിലാണ് നമ്മൾ കൂട് ചെയ്തിരിക്കുന്നത്. അതിന് സൺലൈറ്റ് അടിക്കുന്ന രീതിയിലും അതിന് ഹെൽത്തി ആയിട്ട് ഒരു എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ആ കൂട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് മങ്കിയെ കാണാം. മറ്റേ മുകളിൽ എപ്പോഴും നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. വേണ്ടിയുള്ള ബോക്സ് വെക്കാൻ ചുറ്റിൽ നോക്കിക്കോളും. ഇവിടെ 2 ചുറ്റിലുള്ള വീടാണ്. പക്ഷേ സമയത്ത് നോക്കിയിട്ട് ചുറ്റിൽ കണ്ടില്ല. നമ്മൾ തൽക്കാലത്തേക്ക് ഇപ്പം നല്ല വെട്ടുകത്ത് ഓരോ ഏരിയയിൽ ഓരോ ഭാഷ. ചിലയിടത്ത് കത്താളെന്ന് പറയും. മങ്കിക്കായതുകൊണ്ട് ഞാൻ തിരിച്ചതിൻ്റെ ബോക്സ് വെക്കുന്നു. നമുക്കിതിനകത്തൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഞാൻ ഈ വർഷം എന്തുകൊണ്ടാണ് ആണി അടിച്ചതെന്ന് വെച്ചാൽ മങ്കി ബ്രീഡാവുന്ന സമയത്ത് കയറാനും ഇറങ്ങാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ കയറാനുള്ള സംവിധാനം കൊടുക്കുന്നത്. വെക്കുന്ന ബോക്സ് വലിയ സൺകൊണ്ടോണ്ട ബോക്സാണ്. അപ്പോൾ ഇതിനകത്ത് മങ്കി കയറാൻ പറ്റും. പക്ഷേ ഇത് ബ്രീഡാവുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടി ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പോർഷൻ ഇങ്ങനെ തിരിച്ചാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോർഷനിൽ മങ്കി കയറാനും ഇറങ്ങാനും പറ്റുന്ന രീതിയിലാണ്. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ കൂടിനകത്ത് സെറ്റ് ചെയ്തത്. പിന്നെ മങ്കിയുടെ പ്രത്യേകം ബോക്സ് കിട്ടാനുണ്ട്. നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ. അവരല്ലാത്ത സമയങ്ങളിലൊക്കെ ഓടിച്ചാടി കിടക്കട്ടെ. ഇവിടെ നൈറ്റ് മാത്രമേ ഉള്ളൂ ഈ മങ്കി ബോക്സിനകത്ത് കയറിയിരിക്കും. ബോക്സിനോട് അടുപ്പിച്ച് നമുക്ക് ഒരു റൂട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അവന്മാർക്ക് കയറാനും ഇറങ്ങാനൊക്കെ അതൊരു ഉപകാരമാകും. മനസ്സിലായി? ഞാൻ അത് ഉദ്ദേശിച്ചാണ് ഈ ഒരു സംഭവം വെച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ഓടി ഒന്ന് കയറാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അത് എപ്പോഴൊന്ന് രാത്രി സമയങ്ങളിൽ കയറി ഇരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ നമ്മൾ വെക്കുന്നത്. ഇപ്പോൾ നമുക്ക് പോയി ഉള്ളിട്ട് എടുക്കാം. നമ്മുടെ മങ്കിയെ നമ്മൾ തൽക്കാലത്തേക്ക് നമ്മൾ വീടിൻ്റെ മുകളിലാണ്. നമുക്ക് ഓൾറെഡി ഇപ്പം 5 മങ്കികളുണ്ട് നമ്മുടെ കയ്യിൽ. അതിനകത്ത് 2 പേരും ഒരു സിംഗിൾ പീസ് മെയിൽ നമ്മുടെ റിങ്കുമാണ്. അപ്പോൾ നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പേരും വീടിൻ്റെ മുകളിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കും. അപ്പോൾ നമുക്ക് ഇവനെ ആ കേജിനകത്തോട്ടാക്കാം. നമ്മുടെ റിങ്കുവിനെ വലിയ കേജിൽ നിന്ന് കൊച്ചു കേജിലോട്ടാക്കി ഇണക്കം കുറഞ്ഞതുകൊണ്ട് ഒന്ന് ടൈം ചെയ്യാൻ വേണ്ടിയാണ് വീണ്ടും അതിനെ കൊച്ചു കേജിലോട്ടാക്കിയത്. നമുക്ക് ഇവരെയാണ് നമ്മൾ അങ്ങോട്ട് അടുത്തിട്ട് ഇവരെയാണ് നമ്മൾ ആ കേജിലോട്ടാക്കുന്നത്. ബ്രീഡിംഗ് ബേഴ്സാണ്. അപ്പോൾ നമുക്കിതിന് വീടാകുമ്പോൾ അതിൻ്റെ കുട്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ വരാം. നമുക്ക് ഇവിടെ മങ്കികളെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം. അവിടെ ഒന്ന് കണ്ടോ, ഇപ്പോൾ വൈറ്റ് ഇയർ മങ്കിയാണ്. മെയിൽ വരുന്ന ബ്ലാക്ക് ടഫ്ഡ് മങ്കിയാണ്. ഇവരെ നമുക്ക് പുതിയ കൂടിനകത്ത് ഓടിച്ചാൽ കിടക്കട്ടെ. അതിൻ്റെ ഏരിയ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇടാം. നമുക്ക് പോവാം, ഉള്ളിട്ട് പോവാം. നമ്മൾ ഈ കൂടിൻ്റെ ഡോറ് ചെയ്തിരിക്കുന്നത് ഇച്ചിരി ഹൈറ്റ് കുറച്ചാണ്. കാരണം അഥവാ വലിയ ഡോറാണെങ്കിൽ മങ്കികൾ ഇറങ്ങി ഓടാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് ടെമ്പററി നമ്മൾ ഓൾറെഡി ഒരു ചെറിയൊരു ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഡോർ. അതാകുമ്പോൾ ആവശ്യ സമയങ്ങളിൽ നമുക്ക് ഫുഡിനകത്തൂടെ കൊടുക്കാം. എപ്പോഴും അതിൻ്റെ ഡോറ് തുറക്കേണ്ട ആവശ്യമില്ല. 2 കേജുകളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്യൂച്ചറിൽ മേളിൽ കിടക്കുന്ന പേരിനും കൂടെ നമുക്ക് താഴോട്ടാക്കണം. തൽക്കാലത്തേക്ക് ഇവരെ മാത്രം. മേളിൽ കിടക്കുന്ന പേർ ഓൾറെഡി പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അത് ഇപ്പോഴേ എടുത്ത ചിലപ്പോൾ അത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ അതങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവരെ ഒന്ന് ഈ കൂടിലോട്ട് ഫ്രീ ആക്കി വിടാം. പാസേജുള്ള രീതിയിൽ കിഴക്ക് പടിഞ്ഞാറൻ ഏരിയയിൽ കൂട് വെക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പം രാവിലത്തെ ഒരു സൺലൈറ്റ് ഇടുക്കി കിട്ടും. ഇതിരിക്കുന്നല്ല എല്ലാ ബേഡ്സിനും എല്ലാ ആനിമൽസിനും കൂട് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കിഴക്ക് പടിഞ്ഞാറൻ ഒരു വായു സഞ്ചാരമുള്ള കൂട് സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ നല്ലൊരു ഇമ്മ്യൂണിറ്റിയും ഈ ഫംഗൽ ഇൻഫെക്ഷനോ വൈറസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടി ആ ഒരു രാവിലത്തെ ആ ഒരു സൺലൈറ്റ് തന്നെ നമ്മുടെ മങ്കികളെ ഒന്ന് നമ്മൾ കൂടിലോട്ട് തുറന്നു വിടാം. അപ്പോൾ അവന്മാർ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയ കൂടാണ്. ഇതിനു മുമ്പൊക്കെ അത് കിടന്ന വലിയ കൂടുകളായിരിക്കും. നമ്മുടെ പെറ്റ് ഷോപ്പിൽ ആദ്യമായിട്ടാണ് വലിയ കൂടിനകത്ത്. പെറ്റ് ഷോപ്പിൽ ഞാൻ കൂടുതലും കൊച്ചു കൂടി സെറ്റ് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും എടുക്കാൻ പറ്റിയൊരു രീതിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇറങ്ങണം. അതിനൊരു ഉപാധിയുണ്ട്. ആ ഫീമെയിൽ നല്ല ടൈമിടാണ്. നമുക്ക് അവളെ ഒന്ന് വിളിക്കാം. അപ്പോൾ ഓൾറെഡി അത്
ചാടി ഇറങ്ങി ഇരിക്കണേ. വാ ഓക്കെ, ഇറങ്ങിയോ ഇറങ്ങിയോ. വാ വാ ആടാ, ഇറങ്ങിയോ ഇറങ്ങിയോ. അവള് ഓക്കെ ആയിട്ടുണ്ട്. നീ ഇയാളും കൂടെ ഒന്ന് ഇറങ്ങി വന്ന. അപ്പം നമ്മുടെ മങ്കികളെ നമ്മുടെ പുതിയ കൂട്ടിനകത്ത് ഉണ്ടോ? വാ, അയാൾ അവിടെ കിടന്ന് നോക്കുക. ഉണ്ടോ? ഹാപ്പി ആയോ? അയാൾ ഹാപ്പി ആയോ? വാ ശരി, വാ ശരി, വഴി വാ വാ.